അബൂ താഹിർ, നിങ്ങൾ പഹൽഗാമിൽ പോയിരുന്നോ? ഇന്നലെ അവിടെ തന്നെ പഹൽഗാമിൽ തന്നെ ആയിരുന്നു ഇന്നലെ. ഓക്കെ, നിങ്ങൾ ആ സംഭവം കണ്ടോ? സൗണ്ട് ക്ലാരിറ്റി എന്തോ കുറവുണ്ട്, ക്ലിയർ ആയിട്ട് കേൾക്കില്ല. ഹലോ, നിങ്ങൾ ആ സംഭവത്തിന് ദൃക്സാക്ഷിയാണോ? അതായത് ഞാൻ അവിടുന്ന് ഞാൻ അവിടുന്ന് ആ ഇൻസിഡന്റ് നടന്ന സ്ഥലത്ത് നിന്ന് ഇറങ്ങിയ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് സംഭവം അവിടെ ഉണ്ടായിട്ടുള്ളത്. ഞാൻ താഴെ ഈ ഇൻസിഡന്റ് ആയ സ്ഥലത്ത് പോയതിന്റെ ശേഷം ഭക്ഷണം കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു നമ്മളെ മൊത്തത്തിലുള്ള ഒരു കാര്യങ്ങൾ കാണാൻ ഇടയായത്. കാരണം ഈ പോലീസും ആർമി എല്ലാവരും കൂടി ഭയങ്കര ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയ സമയത്താണ് നമ്മൾ എന്താ അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായെന്ന് അറിഞ്ഞത്. അപ്പൊ ആ ഇൻസിഡന്റ് നടന്ന സ്ഥലത്ത് നിന്ന് ഒരു അരമണിക്കൂറായിട്ടുള്ളൂ നമ്മൾ താഴത്തോട്ട് വന്നിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പിന്നീട് ഹോട്ടലിലേക്ക് മടങ്ങി, അങ്ങനെയാണോ? പിന്നെ നമ്മൾ അവിടുത്തെ ഇതൊക്കെ ആയി കണ്ടപ്പോൾ അവിടെ ഇങ്ങനെ പ്രശ്നങ്ങളാണ്, കാര്യങ്ങളാണ്, ഇങ്ങനെ മരണം സംഭവിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ ഇങ്ങനെ ടെററിസ്റ്റ് അറ്റാക്ക് ആണ്, സംശയം ഉണ്ടെന്നൊക്കെ പറഞ്ഞു നമ്മൾ മെല്ലെ ശ്രീനഗറിലോട്ട് ഞങ്ങൾ ആ സമയത്ത് തിരിച്ചു പോരുക ചെയ്തത്. അവിടെ എന്താണ് ഇപ്പോൾ അവസ്ഥ? ഹർത്താലാണോ? ഇപ്പൊ ഇവിടെ കടകളൊക്കെ ഓഫാണ്, കടകളെല്ലാം ഓഫാണ്. ഇപ്പോൾ കടകളൊന്നുമില്ല, ആളുകൾ വളരെ കുറവാണ്, ടൂറിസ്റ്റുകളൊന്നും ആരും ഇറങ്ങിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. പൊതുവേ ഒരു കാം ആൻഡ് ക്വയറ്റ് ആണ് ഇപ്പോൾ പൊതുവേ. ഈ ഭക്ഷണമൊക്കെ ലഭിക്കുന്നുണ്ടോ? കടകളോ തുറന്നിട്ടുണ്ടോ? ഇല്ല, കടകളൊക്കെ മോസ്റ്റ്ലി കടകളൊക്കെ അടവാണ്, എല്ലാവരും അടവാണ്, കടകളൊന്നും തുറന്നിട്ടില്ല. കാരണം എനിക്ക് തോന്നുന്നത് ഇവരെല്ലാവരും ടൂറിസം ബേസ്ഡ് ആയിട്ടാണ് ഇവിടെ ലൈഫ് മുന്നോട്ട് പോയിരുന്നപ്പോൾ കുറച്ച് കാലമായിട്ട് വളരെ സമാധാനപരമായിട്ടുള്ള രീതികളിലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇവിടെയുള്ള ആളുകൾ പറഞ്ഞത്. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഒരു അറ്റാക്ക് വന്ന് അവരെ ജീവിതത്തിനും അതുപോലെ ഈ ടൂറിസ്റ്റിനും ഒക്കെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് ഒരു ബ്ലാക്ക് ഡേ ആയിട്ട് ഇവര് എല്ലാ കടകളും അടച്ചിടാൻ തീരുമാനിച്ചു എന്നാണ് ഇവിടുത്തെ ലോക്കൽ പേഴ്സൺസ് പറഞ്ഞത് നമ്മളോട്. ഓക്കെ, ഇനി നിങ്ങൾ എങ്ങോട്ടാണ്? ശ്രീനഗറിലേക്കാണോ പോകുന്നത്? ശ്രീനഗറിലാണ് ഇപ്പൊ ഉള്ളത്. ഇപ്പൊ നിലവിൽ ഞങ്ങൾ ശ്രീനഗർ ഹോട്ടലിലാണ് ഇപ്പൊ ഉള്ളത്. കാരണം ഇന്നലെ രാത്രി അവിടെ അതിന്റെ തലേ ദിവസം പഹൽഗാമിലാണ് ഉണ്ടായിരുന്നത്. ഇപ്പോ നമ്മള് ശ്രീനഗർ ഭാഗത്താണ് ഇപ്പൊ ഉള്ളത്. ഓക്കെ, നിങ്ങൾ എന്നാണ് ഈ നാട്ടിലേക്ക് മടങ്ങുന്നത്? ശരിക്കും നമ്മൾ ഡേറ്റ് ഞാനും വൈഫും കുട്ടികളും മാത്രമായിട്ട് വന്നതാണ്. വേറെ ആളുകളൊന്നും നമ്മളായിട്ട് ജോയിൻ ഇല്ല. നമ്മൾ എടുത്ത ടിക്കറ്റ് ശരിക്കും മൊത്തത്തിൽ ഇവിടെ നമ്മൾ ആ എൻജോയ്മെന്റ് മൂഡ് മൊത്തത്തിൽ കാശ്മീരിൽ പോയിട്ടുണ്ട്. എല്ലാവരും വളരെ സെക്യൂരിറ്റിയും എല്ലാ വണ്ടികളും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, നിങ്ങൾ ഇനി ഹോട്ടലിലേക്കാണോ പോകുന്നത് ശ്രീനഗറിൽ? ഹോട്ടലാണ് ഇപ്പോൾ ഉള്ളത്, നമ്മളിപ്പോൾ ഹോട്ടലാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, ശരി എന്നാൽ അബൂ താഹിർ, ശരി, നന്ദി ഇത്രയും സംസാരിച്ചത്.